ഇപ്പൊ ഒരുപാട് പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ വല്ല 1000-2000 കൂടുതൽ കിട്ടും. അത്രയല്ലേ ഉള്ളൂ. അതിനാണ് ഇപ്പൊ വലിയ സംഭവമായിട്ട് നീ പറയുന്നത്. ദിനുവേട്ടന് സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് ശരിക്കും മനസ്സിലാകാഞ്ഞിട്ടാ. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് പച്ച പിടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഇതിപ്പോ 8 മാസമല്ലായുള്ളൂ തുടങ്ങിയിട്ട്, അത് വെറും 3 സ്ത്രീകളെ വെച്ചിട്ട്. ഇപ്പൊ പുറത്തുനിന്നൊക്കെ ആവശ്യക്കാർ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോ നീ ചെയ്തോന്ന് പറഞ്ഞിട്ട് എല്ലാ പിന്തുണയായിട്ട് നിൽക്കല്ലേ വേണ്ട ഭർത്താക്കന്മാര്. ഇതിപ്പോ ഞാൻ ലക്ഷങ്ങളൊന്നും മുമ്പ് വാങ്ങിക്കൊണ്ട് പോയിട്ടില്ലല്ലോ. വെറും ഒരു 10,000 രൂപയല്ലേ തന്നിട്ടുള്ളൂ കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട്. അത് നിന്ന് വരെ ഏട്ടന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ 5 പൈസ ചോദിച്ചിട്ടുമില്ല. പിന്നെന്താ നഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നേ വരെ നിനക്ക് എന്തെങ്കിലും ലാഭം അത് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പൈസ സ്റ്റാഫിന്റെ സാലറി കൊടുത്തു, അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടച്ചു, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാനുള്ള നിനക്കുള്ളൂ. തുടക്കത്തിലേ വീട്ടിലല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് അത് ഏട്ടന് മറന്നുപോയോ? അന്ന് ഞാനും സന്ധ്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 2 സ്റ്റാഫ് കൂടി എക്സ്ട്രാ വന്നു. പിന്നെ ഞങ്ങൾ റൂം എടുത്തു. അപ്പൊ അതിന്റെ വാടക കൊടുക്കാനുള്ള പൈസ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ലല്ലോ. അത് തന്നെയല്ലേ കിട്ടുന്നത്. പിന്നെ 1-2 ഗ്രൈൻഡർ വാങ്ങിയിട്ടില്ലേ. പിന്നെ സാധനങ്ങളും കുറച്ച് കൂട്ടി. അന്ന് ഈ ഏരിയയിൽ മാത്രമുള്ള ആൾക്കാരാ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കേരളത്തിന്റെ പുറത്തുനിന്നും വിദേശത്തുനിന്നും ഒക്കെ ഓർഡർ വന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു വലിയ സംഭവമായിരിക്കും. പിന്നെ പിന്നെ ബിസിനസ് കൂടെ ഉള്ളൂ. ഇനി ഒരിക്കലും കുറയില്ല. ലാഭവും കിട്ടി തുടങ്ങും. കുറച്ച് പൈസ ഇറക്കിയാ പോരെ. നീ കുറെ നേരമല്ലോ പൈസ ഇറക്കണം എന്ന് പറയുന്നത്. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കല്ലോ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ 10,000 രൂപ തന്നിട്ട് നിന്നോട് ചെറിയത് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഇതിപ്പോ നിനക്ക് ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് തുടങ്ങണം. ബിസിനസ്സുകാരി എടി, നിനക്ക് അതൊന്നും പറ്റിയ പണിയല്ല. ചെയ്യുകയാണെങ്കിൽ ഇതാ ഇപ്പൊ നടക്കുന്നില്ലേ, അത് മാത്രം 2 സ്റ്റാഫിനെ വെച്ചിട്ട് ചെയ്തോളാം. അല്ലെങ്കിൽ ഈ പണി നിർത്തി വീട്ടിലിരിക്കും. ഞാനിതേ ടൈം പാസിന് വേണ്ടി തുടങ്ങിയതൊന്നും അല്ല. സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ചെയ്ത. അതിൽ എനിക്ക് ഒരു നഷ്ടബോധം തോന്നുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ. പിന്നെ അതിനുശേഷം ഒരിക്കലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് പൈസയ്ക്ക് കൈ നീട്ടിയിട്ടില്ല. കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ നടന്നു പോകുന്നത്. ഇതിപ്പോ എനിക്കൊരു 5 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തന്നാ മതി. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് വിശ്വാസമല്ല. 5 ലക്ഷം രൂപയെ ചെറിയ പൈസ ഒന്നല്ല. പോയിട്ടുണ്ടെങ്കിലേ മൊത്തം അങ്ങോട്ട് പോകും. ബിസിനസ്സാണ്. പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടി. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ കാരണം പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടി എന്റെ പുറകെ നിങ്ങൾ വന്നിട്ടിരിക്കണ്ട. ഞാൻ 5 പൈസ ഇതിനു വേണ്ടി എനിക്ക് തരൂല. ഏട്ടൻ തരുന്ന പൈസ നഷ്ടപ്പെടുന്നുള്ള പേടിയാണെങ്കിൽ ആ പേടിയൊന്നും വേണ്ട. ഒരു 6 മാസത്തിനുള്ളിൽ ഞാൻ തന്ന പൈസ തിരിച്ചു തരും. ഇതിപ്പോ ഗൾഫിൽ നിന്നാണ് ഓർഡർ വന്നിരിക്കുന്നത്. അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇതെങ്ങാനും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. പിന്നെ ഒരുപാട് ഓർഡറുകൾ വരും. എന്താ നോക്ക്, എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. എന്റെ പോക്കറ്റിലെ പൈസ കണ്ടിട്ട് നീ ഒരു ബിസിനസ്സും തുടങ്ങാൻ നിൽക്കണ്ട. എന്നാ 10,000 രൂപ വന്നില്ലേ, അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അത് തന്നില്ലായിരുന്നെങ്കിലേ ഇനി സംസാരം ഉണ്ടാവില്ല, നിന്റെ ബിസിനസ്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്.